होती है जब भी तेरे बारे में सुबह से शाम हो जाती है, करवट ही लेते लेटे लेटे दिल को बस याद तेरी आती है। सोनी रातें है ना जाने कैसे दिल को मैं संभालूं। ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാനുണ്ടല്ലോ എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ സ്പേസിന് വേണ്ടിയിട്ടും മാറ്റി വെച്ചൊരു ദിവസമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് സീ എൻ്റെ മെസ്സി കോർണേഴ്സ്. ഞാനൊരു ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ ബാഗിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വാരി വലിച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. എപ്പോഴും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ജ്വല്ലറീസൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നതൊക്കെ ഞാനൊന്ന് എൻ്റെ ബോക്സിൽ ഓർഗനൈസ് ചെയ്ത് വെച്ച്, അതുപോലെ ഇതിലാണ് കേട്ടോ ഞാൻ എൻ്റെ മേക്കപ്പ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കണത്. അതാകുമ്പോൾ നാട്ടിൽ ആഴ്ചയിലൊക്കെ പോകുമ്പം എനിക്ക് സുഖമായിട്ട് എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യാം, ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് സാധനം ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ എൻ്റെ 2 ഷെൽഫിൽ എനിക്ക് തന്നിട്ടുള്ള ആ ഒരു ഷെൽഫിൽ ഞാൻ ഇതുകൊണ്ട് വെച്ച്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് രാവിലെ ഇങ്ങനെ എണീറ്റ് എൻ്റെ ബാൽക്കണിയിൽ ഇങ്ങനെ ജസ്റ്റ് നോക്കിയിരിക്കുന്ന എനിക്കൊരു ശീലമുണ്ട് കേട്ടോ. ഞാൻ പണ്ടും ഇവിടെ തന്നെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഐ റിയലി ലവ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാൽക്കണിയിൽ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ചുമ്മാ ഇങ്ങനെ ഞാൻ എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇരിക്കും. എൻ്റെ ബെസ്റ്റ് ഓവർ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്പോട്ട് കൂടിയാണ് കേട്ടോ അത്. പിന്നെ കുറച്ചായി ഇപ്പം ഞാൻ ബെഡ്ഷീറ്റ് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ വിചാരിച്ചു ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ആക്കാണ്. ഈ ഒരു ബെഡ്ഷീറ്റ് നിങ്ങൾ മിക്കപ്പോഴും കണ്ടു കാണുന്നൊരു ബെഡ്ഷീറ്റാണെങ്കിൽ ഞാൻ നാട്ടിലും യൂസ് ചെയ്യുന്നത് ഇതാണ്. നാട്ടിൽ നിന്ന് ഞാൻ പൊക്കിക്കൊണ്ടുവന്ന്, ഇത് ആക്ച്വലി ഡബിളാണ്, പക്ഷെ ഞാൻ സിംഗിൾ ആക്കി മടക്കി ഇട്ടിട്ടാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ബെഡ്. എൻ്റെ ഒരു കുഞ്ഞി സ്പേസ്, ഒരു കുട്ടി സ്പേസ്. പിന്നെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതെല്ലാം സെറ്റ് ചെയ്ത് ഷെൽഫെല്ലാം ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഹെയറിലൊക്കെ ഭയങ്കര താരനുള്ള ടൈം, പ്രത്യേകിച്ച് നമ്മൾ മഴയൊക്കെ കൊണ്ട് തല നല്ലപോലെ വാഷ് ചെയ്തില്ലെങ്കിൽ ആ പൊടിയൊക്കെ കാരണം നമുക്ക് നല്ല താരം ഉണ്ടാവും. സോ ഞാൻ റോസ്മേരി എസെൻഷ്യൽ ജസ്റ്റ് ഇതിലേക്കൊന്നൊരു ഡ്രോപ്പ് ഇട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ തലക്കൊരു ഹോട്ട് ഓയിൽ മസാജ് കൊടുത്തിട്ടോ. ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യാനുള്ള മടി കാരണം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുന്നത്. പിന്നെ റൂമൊക്കെ എൻ്റെ സൈഡൊക്കെ ഞാൻ നല്ലപോലെ വൃത്തിയാക്കി നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും എൻ്റെ ഒരു ദിവസമല്ല, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചൊരു ദിവസമാണ്. അപ്പോൾ പിന്നെ കുറച്ച് സ്കിൻ കെയർ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ കുറച്ച് വളർന്നേക്കുന്ന ഫേഷ്യൽ ലെയേഴ്സൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് നല്ല കുട്ടപ്പ് സുന്ദരിയാക്കിയിട്ട് ഞാൻ എന്നെ തന്നെ എടുത്തു. ആൻഡ് യെസ്, ഐ എം ലവിങ് മൈ സെൽഫ് ഫൈനലി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് തലയിൽ ആ ഒരു മസാജ് പിടിക്കുമ്പോഴത്തേക്കും ആ ഒരു ഹെയർ ഓയിലൊക്കെ ഒന്ന് ഇറങ്ങുന്ന ടൈമിൽ കുറച്ച് വർക്ക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു ക്ലാസ്സിലേക്കുള്ള. അങ്ങനെ വീണ്ടും ഞാൻ ബാൽക്കണിയിൽ പോയി എൻ്റെ കുറച്ച് വർക്ക്സൊക്കെ എടുത്ത് ചെയ്ത്, പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു മെയിൻ പാർട്ട് നമ്മൾ ഈ ടു ഡു ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് വേറെ തന്നെയാണ്. അതിനിടയിൽ ഞാനൊരു ടു ബൈ ലിസ്റ്റ്, ഹോസ്റ്റലാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അപ്പോൾ ആവശ്യം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് മറ്റുള്ളവർക്ക് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ടു ബൈ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതും കൂടി എഴുതി വെക്കും വേറൊരു നോട്ടിൽ. പിന്നെയാണ് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അപ്പോൾ പൊട്ടിച്ച് തുറന്നു നോക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ ഞാൻ തുറന്നു നോക്കി. ഇത് മറ്റേ നമ്മൾ ബീറ്ററാണ് കേട്ടോ, മിൽക്ക് ബീറ്റർ. ഇത് ഞാൻ കുറേ ആശിച്ച് ഒരു ഈസ്റ്ററ്റിക് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു സാധനമാണ്. മറ്റൊന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, പക്ഷെ എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഫൈനലി ഒരു ഷവറും കഴിഞ്ഞ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞ് സമാധാനമായിട്ട് ഞാൻ കുറച്ച് നേരം ഒന്നിച്ചൊക്കെ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫ്, ക്ലാസ് ഇല്ലാത്തൊരു ദിവസം. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കില്ലേ. ബൈ ബൈ.